ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എലക്ഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആൻഡ് റേഷ്യോ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇലക്ഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജിലുള്ള ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ പെർസെൻറ്റേജിൽ എലക്ഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ കൂടെ ആകുമ്പോൾ നമ്മുടെ ഈ ടോപ്പിക്ക് ഏകദേശം കഴിയും. പിന്നെ അടുത്ത റേഷ്യോൻ്റെ പ്രപ്പോർഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. റേഷ്യോ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എളുപ്പമുള്ളൊരു ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പോൾ ആദ്യമേ ഞാൻ എൻ്റെ സൗണ്ട് കുറച്ച് വ്യത്യാസമായിട്ടാണ് ഇരിക്കുന്നത്. കുറച്ച് കോൾഡ് ഇഷ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അപ്പോൾ ഒരു എലക്ഷൻ നിങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യമാണ്. ഒരു എലക്ഷൻ നടക്കുമ്പോൾ മൊത്തം വോട്ടുണ്ടെന്ന് വെച്ചോ, അതിൽ കുറച്ച് പേര് വോട്ട് ചെയ്യാതിരിക്കും, കുറച്ച് കള്ള വോട്ടായിട്ട് ഇൻവാലിഡ് വോട്ടായിട്ട് പോവും. അങ്ങനെ കുറേ സംഭവങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഒരു എലക്ഷനിൽ മൊത്തത്തിലുള്ള വോട്ട് നമ്മൾ ക്വസ്റ്റ്യനിൽ ചെയ്യുമ്പോൾ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ മൊത്തത്തിലുള്ള 100 യൂണിറ്റ് ആയിട്ട് എടുക്കുക. മൊത്തത്തിൽ 100 യൂണിറ്റ് വോട്ടുള്ളതായിട്ട് എടുക്കുക. എന്നിട്ട് ഇപ്പം അതിൽ 10% വോട്ട് ഇൻവാലിഡ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ വോട്ട് എത്ര? 90 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 100ൻ്റെ 10% എന്ന് പറഞ്ഞാൽ 10% എന്ന് എഴുതാനേ പാടില്ല. 1/10 ഫ്രാക്ഷൻ വരെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ 10 വോട്ട്, 100ൽ 10 യൂണിറ്റ് ആണ് ഇൻവാലിഡ് ആവുന്നത്. ബാക്കി 90 യൂണിറ്റ് വോട്ടാണ് വാലിഡ് വോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഈ വാലിഡ് വോട്ട് എന്നല്ല ഇലക്ഷന് എടുക്കുന്ന വോട്ട്സ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ എ പേഴ്സൺ ഗോട്ട് 60%, അപ്പം 90 വാലിഡ് വോട്ടുണ്ട്. എ പേഴ്സൺ ഗോട്ട് 60% ഓഫ് ദ വാലിഡ് വോട്ട് എന്ന് പറയുവാണെന്ന് പറഞ്ഞാൽ 60% വിന്നർ. അപ്പോൾ 60% ഒരാൾക്ക് കിട്ടിയെങ്കിൽ മറ്റേ ആൾക്ക് എത്ര ശതമാനമായിരിക്കും കിട്ടുന്നത്? 60% ഓഫ് ദ വാലിഡ് വോട്ട് എന്നാണ്. അപ്പോൾ 90 യൂണിറ്റിൻ്റെ 60% ആണ് ഒരാൾക്ക് കിട്ടിയത്. ഇനി അടുത്തത് മറ്റേ ആൾക്കപ്പോൾ എത്രയായിരിക്കും കിട്ടുന്നത്? 90 യൂണിറ്റിൻ്റെ ബാലൻസ് 60% പോയി. 90ൻ്റെ 60% ഇവിടെ ഒരാൾക്ക് വന്നു. ഇനി ബാലൻസ് ഉള്ള 40% ആയിരിക്കും ഇയാൾക്ക്. അപ്പോൾ ഇതിൽ ആരായിരിക്കും ജയിക്കുന്നത്? 90ൻ്റെ 60% ഇയാൾക്കും 90ൻ്റെ 40% ഇയാൾക്കും. കൂടുതൽ വോട്ട് ഇയാൾക്കാണല്ലോ. അപ്പോൾ ഇയാൾ വിന്നറും ഇയാൾ ലൂസറുമാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ ദ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ വൺ ബൈ എ മെജോറിറ്റി ഓഫ് 1400 വോട്ട് എന്നിപ്പോൾ തന്നിക്കുവാണ് എന്ന് പറഞ്ഞാൽ, മെജോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ രണ്ട് വോട്ടുകളും തമ്മിലുള്ള വ്യത്യാസമാണ് മെജോറിറ്റി വോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യണ്ടേ? 90 അങ്ങ് കോമൺ, 90 × 60% മൈനസ് 90 × 40% അല്ലേ? അപ്പോൾ ഇവിടെ നിന്ന് 90 അങ്ങ് കോമൺ എടുത്തിട്ട് എന്താ? 60 - 40% എന്ന് പറഞ്ഞാൽ എത്ര ശതമാനമാണ്? 20% മെജോറിറ്റി ആയിട്ട് വരുന്നത്. ഓക്കെ, 20% എന്ന് പറഞ്ഞാൽ എത്ര തന്നെയാണ്? 1/5 ആണ്. 1/5 ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ നമുക്ക് എത്ര ആണ് വരുന്നത്? 18. അപ്പോൾ 18 യൂണിറ്റ് വോട്ടാണ് മെജോറിറ്റി വോട്ടെന്ന് പറയുന്നത്. അതാണിപ്പോൾ മെജോറിറ്റി വോട്ട് 1800 എന്ന് തന്നേക്കാണ്, ചെയ്യാൻ എളുപ്പത്തിനാണ്. അപ്പോൾ എ പേഴ്സൺ വിൻ ബൈ എ മെജോറിറ്റി ഓഫ് 1800 വോട്ട് എന്ന് പറഞ്ഞാൽ ജയിച്ചത് 18 യൂണിറ്റ് വോട്ടിനെന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇയാളെ ലൂസറിൻ്റെ കാട്ടിയും 18 യൂണിറ്റ് വോട്ട് വിന്നർക്ക് കിട്ടി. അപ്പോൾ 18 യൂണിറ്റ് വോട്ട് എന്ന് പറഞ്ഞാണ് 1800 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1800 ഡിവൈഡ് ബൈ 18 ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് 100 എന്ന് വരും. ഓക്കെ, 1 യൂണിറ്റ് 100 ആണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഇപ്പോൾ ചോദ്യത്തിൽ ഇങ്ങനെ ചോദിക്കാം, ഹൗ മച്ച് വോട്ട് ഡിഡ് ദ വിന്നർ ഗെറ്റ്? വിന്നറിന് എത്ര വോട്ട് കിട്ടി? വിന്നറിന് യഥാർത്ഥത്തിൽ എത്ര വോട്ടാണ് കിട്ടിയത്? 90ൻ്റെ 60% വോട്ടാണ് കിട്ടിയത് എന്ന് പറഞ്ഞാൽ 54 യൂണിറ്റ് വോട്ട് കിട്ടി. 54 യൂണിറ്റ് വോട്ട് കണ്ടുപിടിക്കണം. 1 യൂണിറ്റിൻ്റെ വില 100 ആണെങ്കിൽ 54 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5400 വോട്ടാണ് കിട്ടിയത്. ഇത്രയും മനസ്സിലായോ? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ. ടോട്ടൽ വോട്ട്സ്, ഔട്ട് ഓഫ് ദ ടോട്ടൽ വോട്ട്സ് 10% ഓഫ് ദ വോട്ട് ആർ ഇൻവാലിഡ് ആൻഡ് എ പേഴ്സൺ ഗെറ്റ് എ 60% ഓഫ് ദ വാലിഡ് വോട്ട്. Then the majority vote is a person win by a majority of 1800 vote. Then find the number of votes polled for the winning candidate. ഇതാണ് ചോദ്യം. ഇങ്ങനെ വരുമ്പോഴാണ് നമ്മളിങ്ങനെ ചെയ്യേണ്ടത്. ഇനി ചില ക്വസ്റ്റ്യനിൽ ഇൻവാലിഡ് വോട്ട് കാണത്തില്ല. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വോട്ട് 100 യൂണിറ്റ് എന്ന് എടുക്കണം. എ പേഴ്സൺ വിൻ ബൈ 60% വോട്ട് എന്ന് പറഞ്ഞാൽ 100ൻ്റെ 60% എന്ന് പറഞ്ഞാൽ 60 തന്നെയാണ്.
അപ്പോൾ വിൻ ചെയ്ത ആൾക്ക് 60 യൂണിറ്റ് വോട്ട് കിട്ടിയെങ്കിൽ ബാക്കിയുള്ള 40 എന്ന് പറയുന്ന ലൂസർക്കായിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ ദർ ആർ 1800 വോട്ട് എന്ന് പറഞ്ഞാൽ 1800 ടോട്ടലി ദർ ഇസ് 1800 വോട്ട്സ് എന്ന് പറഞ്ഞാൽ 100 യൂണിറ്റ് ആണ് 1800, 100 യൂണിറ്റ് 1800 വോട്ട്സ്. അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1800 ഡിവൈഡ് ബൈ 100 എന്ന് പറയുമ്പോൾ ആൻസർ എത്ര വരുന്നത്? ഒരു യൂണിറ്റ് 18 വോട്ടാണ്. ഒരു യൂണിറ്റ് 18 വോട്ടാണെങ്കിൽ ദ നമ്പർ ഓഫ് വോട്ട്സ് പോൾഡ് ബൈ ദ വിന്നിങ് കാൻഡിഡേറ്റ്, നമ്പർ ഓഫ് വോട്ട്സ് വിന്നിങ് കാൻഡിഡേറ്റിന് എത്ര വോട്ട് കിട്ടിയെന്ന് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? നമുക്കിവിടെ 60 യൂണിറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. ഒരു യൂണിറ്റ് 18 എന്നറിയാം. 60 യൂണിറ്റ് ആകുമ്പോൾ 60 ഇൻറ്റു ഒരെണ്ണത്തിൻ്റെ വില അറിയാമെങ്കിൽ ഒരുപാട് എണ്ണത്തിൻ്റെ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കും? 60 ഇൻറ്റു 18. അപ്പം നമുക്ക് ആൻസർ എത്ര വരുന്നത്? 0. 6 48 4 1080 ആണ് വിന്നിങ് പേഴ്സണിന് കിട്ടിയത്. ഇനി തോറ്റ ലൂസർക്ക് എത്രയായിരിക്കും കിട്ടിയത്? ലൂസർക്ക് എന്ന് പറഞ്ഞാൽ 40 യൂണിറ്റ് വോട്ടാണ് കിട്ടിയത്. അപ്പോൾ 18 യൂണിറ്റാണ് ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 18 വോട്ടാണ്. അങ്ങനെയാണെങ്കിൽ 40 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 40 ഇൻറ്റു 18. അപ്പം നമുക്ക് എത്ര കിട്ടുന്നത്? 720 വോട്ട്. ഇത്രയും മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് ഡയറക്റ്റ് പോയാലോ? ക്വസ്റ്റ്യനിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? ഇൻ ആൻ ഇലക്ഷൻ ബിറ്റ്വീൻ 2 കാൻഡിഡേറ്റ്സ്. മിക്കപ്പോഴും നിങ്ങൾക്ക് ഇൻവാലിഡ് വോട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളൂ. വാലിഡ് വോട്ടുള്ളത് അങ്ങനെ ചോദിക്കാറില്ല. കാരണം ഇൻവാലിഡ് വരുമ്പോഴാണ് നമുക്കൊരു കൺഫ്യൂഷൻ വരുന്നത്. In an election between 2 candidates, one getting 60% of the vote polled is elected by a majority of 1400 vote. The number of votes polled for the winning candidates. ഇവിടെ ഇൻവാലിഡ് വോട്ട് ഉണ്ടെന്ന് പറയുന്നതേ ഇല്ല. അപ്പോൾ ഒരു ഇലക്ഷന് 2 കാൻഡിഡേറ്റ്സ് ഉണ്ട്. ഒരാൾക്ക് 60% ഓഫ് ദ വോട്ട് പോൾഡ്, മൊത്തത്തിലുള്ള വോട്ടിൻ്റെ 60% ഒരാൾക്ക് കിട്ടി. ആൻഡ് is elected by a majority of 14,000 വോട്ട്. അങ്ങനെയാണെങ്കിൽ വിന്നിങ് കാൻഡിഡേറ്റ്സിന് എത്ര വോട്ട് കിട്ടിയെന്നാണ് ചോദ്യം. മൊത്തത്തിലുള്ള വോട്ട് 100 യൂണിറ്റ് എന്ന് എടുക്കുവാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻവാലിഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ 100 യൂണിറ്റ് വെച്ച് തന്നെ നമ്മളങ്ങ് ചെയ്താൽ മതി. 100ൻ്റെ 60% വിൻ ചെയ്ത ആൾക്ക് കിട്ടിയത്. 100ൻ്റെ 60% എന്ന് പറഞ്ഞാൽ എത്ര തന്നെയാണ്? 60 യൂണിറ്റ്. അപ്പോൾ വിൻ ചെയ്ത ആൾക്ക് 60 യൂണിറ്റ് കിട്ടിയെങ്കിൽ ലൂസ് ചെയ്ത ആൾക്ക് 100ൻ്റെ 40% അല്ലേ കിട്ടുന്നത്? 100ൻ്റെ 40% എന്ന് പറഞ്ഞാൽ 40 യൂണിറ്റ് വോട്ടാണ് കിട്ടിയത്. ഇനി ഈ സെലക്റ്റഡ് ബൈ എ, അപ്പോൾ ഈ 60% കിട്ടിയ ആളാണ് ഇലക്ഷന് ജയിച്ചത്. അയാൾ എത്ര വോട്ടിനാണ് ജയിച്ചത്? 14,000 വോട്ടിനാണ് മെജോറിറ്റി. അയാൾക്ക് 14,000 വോട്ട് കിട്ടി എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിലുള്ള വ്യത്യാസമല്ലേ മെജോറിറ്റി എന്ന് പറയുന്നത്? 40ഉം 60 എത്രയാണ്? 20 യൂണിറ്റാണ് മെജോറിറ്റി വോട്ട് എന്ന് പറയുന്നത് അല്ലേ? ആ മെജോറിറ്റി വോട്ടല്ലേ ക്വസ്റ്റ്യന് തന്നേക്കുന്ന 14,000. അപ്പോൾ 20 യൂണിറ്റ് 14,000 ആണെങ്കിൽ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 14,000 ഡിവൈഡഡ് ബൈ 20 ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 700 വോട്ട്. ഒരു യൂണിറ്റ് 700 വോട്ടാണെങ്കിൽ നമ്പർ ഓഫ് വോട്ട്സ് പോൾഡ് ബൈ ദ വിന്നിങ് കാൻഡിഡേറ്റ്സ്, വിന്നിങ് കാൻഡിഡേറ്റ്സിന് എത്ര വോട്ട് കിട്ടി? ഒരു യൂണിറ്റ് 700 ആണെങ്കിൽ അതേപോലെ 60 യൂണിറ്റാണ് വിന്നിങ് കാൻഡിഡേറ്റിന് കിട്ടിയത്. 60 ഇൻറ്റു 700 ആൻസർ എത്ര? 4200. ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 42,000 വോട്ടാണ് കിട്ടിയത്. ഓക്കെ, ഇത്രയും മനസ്സിലായോ? നമുക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തത് ശരിയാണോ എന്ന് നോക്കാം. അപ്പോൾ വിൻ ചെയ്ത ആൾക്ക് 42,000 കിട്ടിയെങ്കിൽ ഫെയിൽ ചെയ്ത ആൾക്ക് ബാലൻസ് അല്ലേ കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ 42,000. നമുക്ക് 60 യൂണിറ്റ് 40 യൂണിറ്റിൻ്റെ കണ്ടുപിടിക്കണം. 60 യൂണിറ്റ് 42,000 ആണെങ്കിൽ 40 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 40 ഇൻറ്റു 700 28,000 വോട്ട് കിട്ടി. ഇവർ തമ്മിലുള്ള വ്യത്യാസം 14,000 ആണോ എന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതി. അങ്ങനെ ചെയ്ത് ശരിയാണെങ്കിൽ നമ്മൾ ചെയ്ത ഉത്തരം ശരിയാണ്. വേണമെങ്കിൽ ചെയ്ത് നോക്കണമെന്നില്ല. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അഥവാ എന്തെങ്കിലും ഡൗട്ട് തോന്നുവാണെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ ചെയ്ത് നോക്കാം. അതുകൊണ്ട് പറയാം. 14,000 കിട്ടുന്നുണ്ടല്ലോ, അപ്പം നമ്മൾ ചെയ്ത ഉത്തരം എന്താണ്? ശരിയാണ്. അപ്പം നമ്മളിവിടെ വാലിഡ് വോട്ടിൻ്റെ കേസ് മാത്രമേ പറയുന്നുള്ളൂ. ഇവിടെ ഒരു വോട്ടും ഇൻവാലിഡ് അല്ല. അതുകൊണ്ട് തന്നെ ടോട്ടൽ വോട്ട് എന്ന് പറഞ്ഞാൽ 100 യൂണിറ്റ് വോട്ടാണ്. അപ്പോൾ വിന്നർക്ക് 60% വോട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ വിന്നർക്ക് എത്ര കിട്ടുന്നത്? 100ൻ്റെ 60% കിട്ടും. ലൂസർക്കാണെങ്കിലോ 100ൻ്റെ 40% ബാക്കിയുള്ളതല്ലേ ലൂസറിന് കിട്ടത്തുള്ളൂ. അപ്പോൾ 100ൻ്റെ 40% എന്ന് പറഞ്ഞാൽ 60ഉം 40ഉം യൂണിറ്റ് കിട്ടി. അതിലിഞ്ഞ് ബാലൻസ് ഉള്ള എന്താണ്? നമുക്ക് ക്വസ്റ്റ്യന് തന്നേക്കുന്നത് എന്താണെന്ന് ആദ്യമേ നോക്കുക. 14,000 എന്ന് പറയുന്ന മെജോറിറ്റി വോട്ടാണ്. എന്ന് പറഞ്ഞാൽ 60ഉം 40ഉം തമ്മിലുള്ള വ്യത്യാസം 20 യൂണിറ്റ്. 20 യൂണിറ്റാണ് മെജോറിറ്റി വോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ വിന്നിങ് കാൻഡിഡേറ്റ്സിന് എത്ര വോട്ട് കിട്ടിയെന്നാണ് ചോദ്യത്തിൽ പറയുന്നത്. അതാണ് ക്വസ്റ്റ്യന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഒരു യൂണിറ്റിൻ്റെ വില എന്ന് പറയുന്നത്
എത്രയാണെന്ന് കിട്ടി 700 നമുക്ക് കിട്ടി. ഒരു യൂണിറ്റിൻ്റെ നമുക്ക് 20 യൂണിറ്റ് 14,000 ആണെങ്കിൽ ഒരു യൂണിറ്റിൻ്റെ വില എന്ന് പറഞ്ഞാൽ 700 എന്ന് നമുക്ക് കിട്ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വിന്ന് ചെയ്ത കാൻഡിഡേറ്റിന് എത്ര കിട്ടിയെന്ന് 60 യൂണിറ്റിൻ്റെ കണ്ടുപിടിക്കുക. 60 × 700 എന്ന് പറഞ്ഞാൽ 42,000. ഓക്കെ, അത് മനസ്സിലായല്ലോ. ഇനി ഇൻവാലിഡ് വോട്ടും കൂടെ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇൻ ഇലക്ഷൻ ബിറ്റ്വീൻ 2 കാൻഡിഡേറ്റ്സ് ദ വിന്നിംഗ് കാൻഡിഡേറ്റ് ഗോട്ട് 80%. അപ്പോൾ മൊത്തത്തിൽ 100%, അതിൽ 80% വാലിഡ് വോട്ടിൻ്റെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇൻവാലിഡിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ചെയ്യാൻ വരട്ടെ. അപ്പോൾ വിന്നായിട്ടുള്ള ആൾ 80% ഓഫ് ദ ടോട്ടൽ വാലിഡ് വോട്ടാണ്. ഔട്ട് ഓഫ് ദ ടോട്ടൽ വോട്ട് തന്നിട്ടുണ്ട്. എത്രയാണ്? 1,80,000 വോട്ടാണ് എന്തെന്ന് പറയുന്നത് ഈ ടോട്ടൽ വോട്ട് എന്ന് പറഞ്ഞാൽ 100 യൂണിറ്റ് എന്ന് പറയുന്നതാണ് 1,80,000 വോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ക്വസ്റ്റിന് തന്നേക്കുന്നത് എന്താണ്? 10% വരെ ഡിക്ലെയർഡ് ഇൻവാലിഡ്. ഇതിൽ 10% ഇൻവാലിഡ് ആണ്. അപ്പോൾ 100ൻ്റെ 10% എന്ന് പറഞ്ഞാൽ 90 ആണ്. അതിൽ വിൻ ചെയ്ത കാൻഡിഡേറ്റിനും ലൂസ് ചെയ്ത കാൻഡിഡേറ്റിനും കിട്ടിയത് എത്രയാണെന്ന് മനസ്സിലായി? 80% ഓഫ് ദ വാലിഡ് വോട്ടാണ് വിന്നിങ് കാൻഡിഡേറ്റിന് കിട്ടിയത്. അപ്പോൾ 90ൻ്റെ 80% വിന്നിങ്ങിന് കിട്ടിയത്. ലൂസിങ്ങിനോ 90ൻ്റെ 20% കിട്ടി. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് വാലിഡ് വോട്ട് ഗോട്ട് ബൈ ദ സെക്കൻഡ് പേഴ്സണിന് കിട്ടിയ വാലിഡ് വോട്ടിൻ്റെ എണ്ണം അത് കണ്ടുപിടിക്കാൻ എളുപ്പവഴി ഉണ്ടല്ലോ. 100 യൂണിറ്റ് 1,80,000 ആണെങ്കിൽ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 18,000 അല്ലേ? ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1,80,000 ഡിവൈഡഡ് ബൈ 100 ക്യാൻസൽ ചെയ്തു 1,800. 18,000 അല്ല 1,800 എന്ന് നമുക്ക് വന്നു. ഓക്കെ, അപ്പോൾ 0യിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? 4 0 ആയിരുന്നു ഇവിടെ. ക്യാൻസൽ ചെയ്തു. 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1,800 വോട്ടാണ്. നമുക്ക് വേണ്ടത് സെക്കൻഡ് കാൻഡിഡേറ്റിന് കിട്ടിയ വാലിഡ് വോട്ട്. സെക്കൻഡ് കാൻഡിഡേറ്റിന് കിട്ടിയ വോട്ട് എന്ന് പറഞ്ഞാൽ ഇത് ഇത്രയും കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 1/5 ഇവിടെ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 18 എന്നാണ് വരുന്നത്. അപ്പോൾ 18 യൂണിറ്റിൻ്റെ വില കണ്ടുപിടിക്കുക. ഒരു യൂണിറ്റ് 1,800 വോട്ടാണെങ്കിൽ നമുക്ക് വേണ്ട 18 യൂണിറ്റിൻ്റെയാണ്. 18 × 1,800. ഒരെണ്ണത്തിൻ്റെ വില അറിയാമെങ്കിൽ 18 എണ്ണത്തിൻ്റെ വില എങ്ങനെ കണ്ടുപിടിക്കും? ഇൻറ്റു ചെയ്ത് കണ്ടുപിടിക്കും. അപ്പോൾ 32400. ഇതാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. 18 × 18 324 എന്നറിയാമല്ലോ. നമുക്ക് സ്ക്വയറും ക്യൂബും എല്ലാം ആദ്യത്തെ ക്ലാസ്സുകളിൽ ഞാൻ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാം പഠിക്കുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 32400 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഇത്രയും മനസ്സിലായോ? അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ നമ്മൾ 100 എടുത്ത് ചെയ്യാൻ പറ്റത്തില്ല. കാരണം 10% വോട്ട് എന്ന് പറഞ്ഞാൽ എന്തെന്ന് പറഞ്ഞിട്ടുണ്ട്? ഇൻവാലിഡ് വോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് 90% വോട്ട് മാത്രമേ വാലിഡ് ആയിട്ട് വരുന്നുള്ളൂ. 90% വോട്ട് മാത്രമേ വാലിഡ് ആയിട്ട് വരുന്നുള്ളൂ. അതിൽ വിന്നറിന് കിട്ടിയത് 90ൻ്റെ വാലിഡ് വോട്ടിൻ്റെ 80%, ലൂസറിന് കിട്ടിയതെന്ന് പറഞ്ഞാൽ വാലിഡ് ആയിട്ടുള്ള വോട്ടിൻ്റെ 20% നമുക്ക് ലൂസറിന് കിട്ടിയത്. ഓക്കെ, അത്രയും വന്നല്ലോ. ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. മൊത്തത്തിൽ 1,80,000 വോട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ 100 യൂണിറ്റാണ് 1,80,000 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഒരു യൂണിറ്റിൻ്റെ വില 1,800 എന്ന് കിട്ടി. ഒരു യൂണിറ്റിൻ്റെ വില 1,800 ആണെങ്കിൽ വാലിഡ് വോട്ട് സെക്കൻഡ് പേഴ്സണിന് കിട്ടിയ വാലിഡ് വോട്ട് എന്ന് പറഞ്ഞാൽ 90ൻ്റെ 20%. അപ്പോൾ 18 എന്ന് നമുക്ക് കിട്ടി. 18 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 18 × 1,800 32400 വോട്ട്. മനസ്സിലായല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് ഇൻ ആൻ ഇലക്ഷൻ ബിറ്റ്വീൻ 2 കാൻഡിഡേറ്റ്സ് പങ്കജ് ഗെറ്റ് 65% ഓഫ് ദ ടോട്ടൽ വാലിഡ് വോട്ട്. ഇഫ് ദ ടോട്ടൽ വോട്ട്സ് വെയർ 6,000, what is the number of candidate valid vote that the other candidate Nishant get if 25% of the total vote were declared invalid? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കി. ഒരു മിനിറ്റ്. ഇനി എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നതെന്ന് നിങ്ങളൊന്ന് പറഞ്ഞേ. ഇവിടെ 2 കാൻഡിഡേറ്റ്സ് ഉണ്ട് ഇലക്ഷൻ എന്ന് നമുക്ക് മനസ്സിലായി. എന്തായാലും ടോട്ടൽ വോട്ട് 100 യൂണിറ്റ് ആയിരിക്കുമല്ലോ, അത്രയും എടുത്തു. ഇനി 60 പങ്കജും ഉണ്ട്, നിശാന്തും ഉണ്ട്. അപ്പോൾ പങ്കജും നിശാന്തുമാണ് മത്സരിക്കുന്നതെന്ന് മനസ്സിലായി. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്ന പങ്കജ് ഗെറ്റ് 65% ഓഫ് ദ ടോട്ടൽ വാലിഡ് വോട്ട്. വാലിഡ് വോട്ടിൻ്റെ 65% പങ്കജിന് കിട്ടുന്നത്. അതിനർത്ഥം ഇവിടെ കുറച്ച് വോട്ട് ഇൻവാലിഡ് ഉണ്ടെന്നല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ അങ്ങ് വായിച്ചു നോക്കാം. ടോട്ടൽ വോട്ട്സ് 6000. ടോട്ടൽ വോട്ട്സ് എന്ന് പറഞ്ഞാൽ 100 യൂണിറ്റ് അല്ലേ ടോട്ടൽ വോട്ട്? 100 യൂണിറ്റാണ് 6000 വോട്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് 1 യൂണിറ്റിൻ്റെ വോട്ട് ഇപ്പം തന്നെ കണ്ടുപിടിച്ചാൽ 6000 ഡിവൈഡഡ് ബൈ 100 60 വോട്ട്. 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 60 വോട്ട് എന്ന് നമുക്ക് കിട്ടി.
ടോട്ടൽ വോട്ട്സ് 6000, ദ നമ്പർ ഓഫ് വാലിഡ് വോട്ട് ദാറ്റ് ദ അതർ കാൻഡിഡേറ്റ് ഗെറ്റ്. പങ്കജിന് 65% കിട്ടി. അടുത്ത നിഷാന്തിന് എത്ര വോട്ട് കിട്ടുമെന്നാണ് ചോദ്യം. അതിൽ ക്വസ്റ്റിനെ പറഞ്ഞിട്ടുണ്ട് 25% ഓഫ് ദ ടോട്ടൽ വോട്ട്സ് വെർ ഡിക്ലെയർഡ് ഇൻവാലിഡ്. 25% ടോട്ടൽ വോട്ട് എന്തായിരുന്നു? ഇൻവാലിഡ് ആണ്. അപ്പം 100ന്റെ 25% പോയി എന്ന് പറഞ്ഞാൽ ബാലൻസ് ഒരു 75% ഉള്ളൂ. 100ന്റെ 75% എന്ന് പറഞ്ഞാൽ എത്ര വരത്തുള്ളൂ? 75 യൂണിറ്റ് വോട്ടേ ഉള്ളൂ. അതിൽ നിഷാന്തിന് കിട്ടിയതെന്ന് പറഞ്ഞാൽ പങ്കജിന് കിട്ടിയെന്ന് പറഞ്ഞാൽ 65% ഓഫ് ദ ടോട്ടൽ വാലിഡ് വോട്ടിൻ്റെ 65%. അപ്പോൾ ഇയാൾക്ക് കിട്ടിയതോ ടോട്ടൽ വോട്ടിൻ്റെ വാലിഡ് വോട്ടിൻ്റെ ബാലൻസ് എത്രയുണ്ട്? 65. 100ന്ന് 65 പോയാൽ മൊത്തത്തിൽ 75 ഉണ്ട് കേട്ടോ. ആ 75നെ നമ്മൾ മൊത്തത്തിൽ എടുക്കുമ്പോൾ 100% 75നെ എടുക്കുന്നത്. അതിൽ 75ൽ 65% വോട്ടും പങ്കജിന് കിട്ടി. ബാലൻസ് എന്ന് പറഞ്ഞാൽ 75ൻ്റെ എത്ര ശതമാനം? 35% വോട്ട് മാത്രമേ ഈ നിഷാന്തിന് കിട്ടുന്നുള്ളൂ. നമ്മുടെ ചോദ്യം നിഷാന്തിന് മൊത്തത്തിൽ എത്ര വോട്ട് കിട്ടി, വാലിഡ് ആയിട്ടുള്ള എത്ര വോട്ട് കിട്ടി. അവിടെ നമ്മളൊന്ന് ജസ്റ്റ് ഇത് മൈൻഡ് ചെയ്യേണ്ട, നമുക്ക് കണ്ടുപിടിക്കേണ്ട നിഷാന്തിൻ്റെ കാര്യമില്ലേ. അപ്പോൾ 75/100 വരുമ്പോൾ നമുക്ക് ക്യാൻസൽ ചെയ്ത് 25 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ ഒരു 3 വരും, ഇവിടെ ഒരു 4 വരും. അപ്പം നമുക്ക് കിട്ടുന്ന നിഷാന്തിൻ്റെ വോട്ടെന്ന് പറഞ്ഞാൽ 3 × 35 ഡിവൈഡഡ് ബൈ 4 യൂണിറ്റാണ്. അതിൽ നമുക്ക് ഒരു യൂണിറ്റിൻ്റെ വില 60 അറിയാം. അങ്ങനെയാണെങ്കിൽ ഇത്രയും യൂണിറ്റിൻ്റെ വില എങ്ങനെ കണ്ടുപിടിക്കുന്നു? ഒരു യൂണിറ്റിൻ്റെ അറിയാമെങ്കിൽ മൊത്തത്തിൽ വലിയ യൂണിറ്റിനെ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 60 × 3 × 35 ഡിവൈഡ് ബൈ 4, ഇതും കൂടെ ക്യാൻസൽ ചെയ്ത് ഇവിടെ ഒരു 15 വരത്തില്ലേ? 15 × 4 ആണല്ലോ 60 വരുന്നത്. 15 വന്നു. ഇനി ബാലൻസ് ഉള്ള എല്ലാം ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ 35 × 3 എന്ന് പറഞ്ഞാൽ 35 × 3 ആകുമ്പോൾ 15 105 എന്ന് വരും. 105 × 15 15 വെച്ച് എളുപ്പത്തിൽ മൾട്ടിപ്ലൈ ഉള്ള വഴി ഞാൻ പറഞ്ഞു എന്തായിരുന്നു? 105നെ ആദ്യം 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, പിന്നെ അതിൻ്റെ പകുതി എടുക്കുക. പകുതി എടുക്കുമ്പോൾ നമുക്ക് എത്ര വരും? 525. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1575 വോട്ടാണ് നിഷാന്തിന് കിട്ടുന്ന വോട്ടെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ? 1575. ഈ ക്വസ്റ്റ്യൻ ഞാൻ ഒന്നും കൂടെ പറയാം. മൊത്തത്തിൽ 100 യൂണിറ്റ് വോട്ടുണ്ട്, അത് 6000 വോട്ടാണെന്ന് നമുക്ക് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ 100 യൂണിറ്റിൻ്റെ വാല്യൂ 60 വോട്ടാണെന്ന് നമുക്ക് കിട്ടി. ഇനി 25% വോട്ടും ഇൻവാലിഡ് ആണെന്ന് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 75 യൂണിറ്റ് വോട്ട് മാത്രമേ നമുക്ക് വാലിഡ് ആയിട്ടുള്ളൂ. ഓക്കെ, എണ്ണുന്നത് 75 യൂണിറ്റ് മാത്രമേ ഉള്ളൂ. അതിൽ പങ്കജൻ എന്ന് പറയുന്നത് 75 യൂണിറ്റിൻ്റെ വാലിഡ് വോട്ടായിട്ടുള്ള 75ൻ്റെ 65% മാത്രമേ കിട്ടുന്നുള്ളൂ. ഇനി നിഷാന്തിനാണെങ്കിലോ വാലിഡ് വോട്ടിൻ്റെ ബാലൻസ് എന്ന് പറഞ്ഞാൽ 75ൻ്റെ 35% മാത്രമേ നിഷാന്തിന് വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നിഷാന്തിന് മൊത്തത്തിൽ എത്ര വാലിഡ് വോട്ടിൻ്റെ എത്ര എണ്ണം കിട്ടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 3 × 35 ഡിവൈഡ് ബൈ 4 യൂണിറ്റിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിൽ ഒരു യൂണിറ്റ് 60 ആണെങ്കിൽ 3 × 35 ഡിവൈഡ് ബൈ 4ൻ്റെ യൂണിറ്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? × 60 ചെയ്യുക. ഒരെണ്ണത്തിൻ്റെ വില, ഒരു മുട്ടായിയുടെ വില അറിയാമെങ്കിൽ മൊത്തത്തിൽ 400 മുട്ടായിരയോ എത്ര മുട്ടായിരം വേണമെങ്കിലും വില നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇൻറ്റു ആ ഒരെണ്ണത്തിൻ്റെ വില ഇൻറ്റു ചെയ്യും. അപ്പോൾ നമ്മൾ അതേപോലെ ഇൻറ്റു ചെയ്തു കണ്ടുപിടിച്ചു. വാല്യൂ എത്ര കിട്ടി? 1575 വോട്ടെന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഇത്രയും മനസ്സിലായ ഇലക്ഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനും കൂടെ കഴിയുമ്പോൾ നമുക്ക് റേഷ്യോ സ്റ്റാർട്ട് ചെയ്യാം. ഇൻ ആൻ ഇലക്ഷൻ ബിറ്റ്വീൻ 2 കാൻഡിഡേറ്റ് 1 ഗോട്ട് 55% ഓഫ് ദ ടോട്ടൽ വാലിഡ് വോട്ട്. ഓക്കെ, മൊത്തത്തിൽ 100% വോട്ട് ഉണ്ടെന്ന് 100 യൂണിറ്റ് വോട്ടുണ്ട്. അതിൽ 55% വാലിഡ് വോട്ടിൻ്റെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻവാലിഡ് വോട്ട് ഉണ്ടെന്ന് മനസ്സിലായി. 20% ഓഫ് ദ വോട്ട് ആർ ഇൻവാലിഡ്. അപ്പോൾ ഇതിൻ്റെ 20% പോയി. ഓക്കെ, അപ്പോൾ ബാലൻസ് 80 യൂണിറ്റേ ഉള്ളൂ. ആ 80 യൂണിറ്റിൽ 1 ഗോട്ട് 55% ഓഫ് ദ ടോട്ടൽ വാലിഡ് വോട്ട്. അപ്പോൾ 80ൻ്റെ 55% ഒരാൾക്കും കിട്ടി. അപ്പം മറ്റേ ആൾക്ക് ഇതായിരിക്കുമല്ലോ വിന്നർ, 80ൻ്റെ 55% ആയിരിക്കുമല്ലോ കൂടുതൽ. ബാക്കിയുള്ള ആൾക്ക് 80ൻ്റെ ഇതിൻ്റെ 55ൻ്റെ ബാലൻസ് എത്ര ഉണ്ട്? 45 യൂണിറ്റ് ആയിരിക്കും കിട്ടുന്നത്. 45%. 80ൻ്റെ 55% ഇവിടെ വിന്നർക്കും കിട്ടും, ലൂസർക്ക് 80ൻ്റെ 45% കിട്ടും. എങ്ങനെ വിന്നറും ലൂസറും കണ്ടുപിടിച്ചെന്ന് വെച്ചാൽ ഇയാൾക്കായിരിക്കുമല്ലോ കൂടുതൽ വോട്ട് കിട്ടുന്നത്. 80ൻ്റെ 55% ആകുമ്പോൾ കൂടുതലാണ്, 45 എന്ന് പറഞ്ഞാൽ കുറവല്ലേ. ഓക്കെ, ഇനി ക്വസ്റ്റിന് തന്നിരിക്കുന്നത് ടോട്ടൽ നമ്പർ ഓഫ് വോട്ട് 7500. ടോട്ടൽ നമ്പർ ഓഫ് വോട്ട് എന്ന് പറഞ്ഞാൽ 100 യൂണിറ്റ് ആണ് 7500. അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 7500 ഡിവൈഡഡ് ബൈ 100 എത്രയാണ്? ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 75 വോട്ടെന്ന് നമുക്ക് കിട്ടി.
ഒരു യൂണിറ്റ് 75 വോട്ടാണെങ്കിൽ ദ നമ്പർ ഓഫ് വാലിഡ് വോട്ട് ദാറ്റ് ദ അതർ കാൻഡിഡേറ്റ്സ് ഗോട്ട്. അപ്പം ബാക്കിയുള്ള കാൻഡിഡേറ്റ്സിന് എന്ന് വെച്ചാൽ ഈ വിന്നർക്കല്ലാതെ മറ്റേ ആൾക്ക് എത്ര വോട്ട് കിട്ടി എന്നാണ് ചോദ്യം. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഒരെണ്ണത്തിൻ്റെ വാല്യൂ 75 എന്നറിയാം. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഒരെണ്ണത്തിൻ്റെ വാല്യൂ 75 ആണെങ്കിൽ 80 × 45/100 വാല്യൂ, ഇത്രയും യൂണിറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഞാൻ അത് ക്യാൻസൽ ചെയ്യുന്നില്ല, ഇതിൽ തന്നെ ക്യാൻസൽ ചെയ്തു പോകും, അതുകൊണ്ട്. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ വാല്യൂ × 80 × 45/100. ഇതും കൂടെ 25 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ ഒരു 3 വരും, ഇവിടെ ഒരു 4 വരും. ഇതും കൂടെ 4 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ ഒരു 20 വരും. നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ എത്ര, 20 × 45, 45 × 2 എന്ന് പറഞ്ഞാൽ 90 വരും. 90ഉം 900 × 3 എന്ന് പറഞ്ഞാൽ എത്ര, 2700 ആണ് നമ്മുടെ വോട്ടിൻ്റെ എണ്ണം, മറ്റേ ആൾക്ക് കിട്ടിയ വോട്ടിൻ്റെ എണ്ണം എന്ന് പറയും. എലക്ഷൻ ക്വസ്റ്റ്യൻസ് ഫുള്ള് മനസ്സിലായോ? ഇനി നമ്മൾ റേഷ്യോയിലോട്ടാണ് പോകുന്നത്. നമ്മൾ കുറച്ച് എലക്ഷൻ ക്വസ്റ്റ്യൻസ് ചെയ്തായിരുന്നു. അത് വലിയ പാടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല. ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കിയാൽ, മെത്തേഡ് മനസ്സിലാക്കിയാൽ പെട്ടെന്ന് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഓക്കെ, നമുക്കെന്നാ റേഷ്യോ സ്റ്റാർട്ട് ചെയ്താലോ? എന്താണ് ഈ റേഷ്യോ എന്ന് പറയുന്നത്? അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് നന്നായിട്ട് റിവൈസ് ചെയ്യുക. നമ്മൾ ഏകദേശം എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ റിവൈസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റിവൈസ് എല്ലാം ക്ലാസ് ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, അതെല്ലാം നോട്ട് എഴുതി തന്നെ പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചാപ്റ്ററിലോട്ട് പോകാം. റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ ആണ് അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത്. എന്താണ് ഈ റേഷ്യോ എന്ന് പറയുന്നത്? റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വാല്യൂ, ഇപ്പോൾ 4/8, അതിൻ്റെ നമുക്ക് ക്യാൻസൽ ചെയ്ത് 1/2 എന്ന് എഴുതാം. അപ്പോൾ 4/8ൻ്റെ ലോവസ്റ്റ് റേഷ്യോ ഫോം എന്ന് പറഞ്ഞാൽ 1/2 ആണ്. അതേപോലെ 5/10നെ ക്യാൻസൽ ചെയ്ത് 1/2 എന്ന് എഴുതാം. ലോവസ്റ്റ് റേഷ്യോ ഫോം എന്ന് പറഞ്ഞാൽ 1/2 തന്നെയാണ്. അപ്പോൾ 1/2 എന്ന് പറഞ്ഞാൽ 1:2 എന്ന് എഴുതാം. ഇവിടെ 1/2 എന്ന് പറഞ്ഞാൽ 1:2 എന്ന് എഴുതാം. യഥാർത്ഥത്തിൽ പക്ഷേ ഇതിൻ്റെ വാല്യൂ ഈ 1ൻ്റെ സ്ഥാനത്ത് എന്താ വന്നുകൊണ്ടിരുന്നത്, 4 ആണ്. 2ൻ്റെ സ്ഥാനത്ത് ഇവിടെ 8 ആണ് വന്നുകൊണ്ടിരുന്നത്. ഇവിടെ 1ൻ്റെ സ്ഥാനത്ത് 5ഉം ഇവിടെ 2ൻ്റെ സ്ഥാനത്ത് 10ഉം ആണ് വന്നുകൊണ്ടിരുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ റേഷ്യോ ഫോം എന്ന് പറഞ്ഞാൽ ലോവസ്റ്റ് ഫോം ഓഫ് എനിത്തിങ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ എക്സാക്റ്റ് വാല്യൂ അത് വെച്ചിട്ട് ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പക്ഷേ ക്വസ്റ്റ്യനിൽ വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ 1x-ഉം 2x എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാല്യൂ ഇട്ട് കണക്ട് ചെയ്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത് നോക്കാം. അപ്പോൾ ഡിവൈഡ് 70 ഇൻ ദ റേഷ്യോ 3:7. 70 എന്ന് പറയുന്ന നമ്പറിനെ 3:7 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുക. എന്തായാലും ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 70 അല്ലേ? നമുക്ക് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ ചെയ്ത് നോക്കാം. 4ഉം 8ഉം. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയ റേഷ്യോ 1x-ഉം 2x-ഉം ആണ്. ഓക്കെ, ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് ഈ 1x എന്ന് പറഞ്ഞാൽ 4 എന്ന് അറിയാമല്ലോ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഇപ്പോൾ ക്വസ്റ്റ്യന് തന്നേക്കുവാണ്. ന്യൂമറേറ്റർ, അപ്പോൾ ദ ഫ്രാക്ഷൻ ഈസ് ഇൻ ദ ഫോം 1:2 ആൻഡ് ദ ന്യൂമറേറ്റർ വാല്യൂ ഓഫ് ദ ന്യൂമറേറ്റർ ഈസ് 4. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദ ഡിനോമിനേറ്റർ. അതിനർത്ഥം 1x-ഉം 2x-ഉം 1/2x എന്ന് പറഞ്ഞാൽ 1x-ൻ്റെ വാല്യൂ ആണ് 4. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്ത് കിട്ടി? 4 എന്ന് വന്നു. അങ്ങനെയാണെങ്കിൽ ഡിനോമിനേറ്ററിൻ്റെ വാല്യൂ 2x ആണ്. 2 × 4 എന്ന് പറഞ്ഞാൽ എത്ര വന്നു? 8 എന്ന് വന്നു. അപ്പോൾ മൊത്തത്തിലുള്ള വാല്യൂ ആണ്. നമുക്ക് ഇവിടെ നിന്ന് വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു വേറൊരു ടൈപ്പ് പറയാം. 12 മൊത്തത്തിൽ യൂണിറ്റ് ഉണ്ട്. ആ 12 രൂപ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ അതിനെ 1:2 റേഷ്യോയിൽ 2 പേർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ആൾക്ക് എത്ര രൂപ കിട്ടി എന്ന് പറഞ്ഞാൽ 1 എന്ന് പറയുന്നത് എത്രയാണ്? അപ്പോൾ 1:2 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ മൊത്തത്തിൽ ഞാൻ ആ പൈസ 2 പേർക്കും കൊടുത്തു. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് 12 രൂപയെ കിട്ടത്തുള്ളൂ. അപ്പോൾ 1x-ഉം 2x-ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് 12 വന്നു. അപ്പോൾ 3x എന്ന് പറയുന്നതാണ് 12. എക്സിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ 4 എന്ന് വന്നു. എക്സിൻ്റെ വില 4 ആണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഫസ്റ്റ് പേഴ്സൻ്റെ വിലയാണ്. അപ്പോൾ 1 × x എന്ന് പറയുന്നത് 4 ആണ്. ആദ്യത്തെ ആൾക്ക് 4 രൂപയും കിട്ടി. അടുത്ത ആൾക്ക് എന്താ 2x, എക്സിൻ്റെ വാല്യൂ 4, 8 രൂപയും കിട്ടി. ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് നോക്കി കൺഫ്യൂഷൻ ആവണ്ട. ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. 70നെ 3:7 റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ വാല്യൂസ് ഏതൊക്കെയായിരിക്കും? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 3x-ഉം 7x-ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്തായാലും 70 വരണം. അങ്ങനെയാണെങ്കിൽ 10x-ൻ്റെ വാല്യൂ ആണ് 70. എക്സിൻ്റെ വാല്യൂ നമുക്ക് 70/10 എന്ന് പറയുമ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ത് കിട്ടി? 7 എന്ന് കിട്ടി. എക്സിൻ്റെ വാല്യൂ 7 ആണെങ്കിൽ 3x-ഉം 7x-ൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. 3x എത്ര വരും? 3 × 7 എന്ന് വരും.
ഇനി 7x 7 × 7 എന്ന് വരും, ഇവിടെ 21 വരും, ഇവിടെ ഒരു 49 വരും. ഓപ്ഷൻ എ ആണ് നമുക്കുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? ഇനി അടുത്ത ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയേ. എന്താണ് ഈ 4 കുത്തിങ്ങനെ ഒരുമിച്ചിടുന്നത്? പ്രൊപ്പോർഷനാലിറ്റിയാണ് മീൻ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഈ 2 ഫ്രാക്ഷനും നമുക്ക് ക്യാൻസൽ ചെയ്ത് ചെറുതാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നേക്കുന്നത് 3/21 എന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷനാലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈക്വൽ ആണ്. ഓക്കെ, x/35 ഇതിനെങ്ങനെയാണ് എഴുതാൻ പറ്റുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനൊന്ന് ക്യാൻസൽ ചെയ്തിട്ട് എക്സിൻ്റെ വാല്യൂ മാത്രം അറിഞ്ഞാൽ മതി. 3യും 21 ക്യാൻസൽ ചെയ്യാം. 3 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 1 വരും, ഇവിടെ 7 വരും. എക്സിൻ്റെ വാല്യൂ മാത്രം പോരെ നമുക്ക്. ഈ 35 ഇങ്ങോട്ട് വരണം, എക്സ് മാത്രം ഇവിടെ കിടക്കണം. 35 ഇവിടെ ഡിവിഷനായി കിടക്കുന്നത് മുകളിൽ നമുക്ക് ഇൻറ്റു ഇത് വരും. 1 × 35 / 7 എന്ന് വരും. ഇതുകൊണ്ട് ക്യാൻസൽ ചെയ്ത് 5 എന്ന് വരും. എക്സിൻ്റെ വാല്യൂ എന്താ വന്നേ? 5 എന്നാണ്. ഓപ്ഷൻ എ ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. മനസ്സിലായിരുന്നു? അപ്പോൾ എന്താണ് ഈ 4 കുത്തിങ്ങനെ ഇടുന്നതെന്ന് വെച്ചാൽ പ്രൊപ്പോർഷനാലിറ്റി, ഈ 2 റേഷ്യോവും നമുക്ക് ഈക്വൽ ആയിട്ടേ എപ്പോഴും വരത്തുള്ളൂ എന്നാണ് അർത്ഥം. മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. 3/21 എന്ന് പറഞ്ഞാൽ ഡിവിഷനാക്കി എഴുതുക, പ്രൊപ്പോർഷനാലിറ്റി എന്ന് പറഞ്ഞാൽ ഈക്വൽ ആക്കി എഴുതുക. x/35 ഇതും കൂടെ ക്യാൻസൽ ചെയ്തു. ഇവിടെ 1/7 എന്ന് വന്നു. ഇനി അടുത്ത എക്സ് അവിടെ ഇട്ടിട്ട് 35 ഇപ്പുറത്ത് കൊണ്ടുവരിക. 35 / 7 എന്ന് വന്നു. ആൻസർ എന്താ? 5 ആണ്. എക്സിൻ്റെ വാല്യൂ 5. എക്സിൻ്റെ വാല്യൂ 5 ആണെങ്കിൽ നമുക്ക് ചോദ്യം അത് തന്നെയാണ്, ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. ആൻസർ എന്ത് കിട്ടി? 5 എന്ന് കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. 2 numbers are in the ratio 5:4. 2 നമ്പർ 5:4 റേഷ്യോയിലാണ്. അവരുടെ ഡിഫറൻസ് 10 ആണ്. അങ്ങനെയാണെങ്കിൽ ലാർജർ നമ്പർ. അപ്പോൾ ആ 2 നമ്പറും 5x എന്നും 4x എന്നും എടുത്ത് ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഈ ഡിഫറൻസ് എന്ന് പറയുന്നത് സബ്ട്രാക്ട് ചെയ്യുന്നതിനല്ലേ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 4x 5x - 4x എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമുക്ക് 1x അല്ലേ വരുന്നത്. 1x ആണ് 10. എക്സിൻ്റെ വാല്യൂ 10 ആണെങ്കിൽ ഇതിലെ ലാർജർ ഏതാ? ഇതല്ലേ ലാർജർ എന്ന് പറയുന്നത്. 5 × 10 എന്ന് പറഞ്ഞാൽ 50 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത്ര ക്വസ്റ്റ്യൻസേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഇന്ന് കുറച്ചുകൂടെ കണ്ടൻറ്റ് കൂടിയാൽ നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഈ ആഴ്ച തന്നെ അടുത്ത ക്ലാസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് പഠിപ്പിച്ച ഇത്രയും ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് നന്നായിട്ട് പഠിക്കുക. എലക്ഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. അതേപോലെ തന്നെ പിന്നെ ഏതാ ചെയ്തത്? റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ബാലൻസ് നമ്മൾ റേഷ്യോ ആണ് അടുത്ത ക്ലാസ്സുകളിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റോപ്പ് ചെയ്താലോ? അപ്പോൾ ഇതുവരെയുള്ള നോട്ട്സ് നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ട് വരിക. താങ്ക് യു.